ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കൊട്ടിക്കലാശത്തിന്റെ ഭാഗമായി മാഹി നിയമസഭാ മണ്ഡലം ഇന്ത്യ സഖ്യത്തിന്റെ റോഡ് ഷോയും പന്തക്കൽ മൂലക്കടവിൽ നിന്നും ആരംഭിച്ചു. ഉദ്ഘാടന കർമ്മം ഇ വത്സരാജ് നിർവഹിച്ചു. രമേശ് പറമ്പത്ത്, കെ മോഹനൻ, അഹമ്മദ് ബഷീർ, റഷീദ് PTK എന്നിവർ സംസാരിച്ചു. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവര് വേറൊരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെയാണ് പിന്തുണക്കുന്നത്. അങ്ങനെയാണ് അറിയാൻ കഴിഞ്ഞത്. പക്ഷെ തീവ്രമായ നിലയിലുള്ള പ്രവർത്തനമോ അല്ലെങ്കിൽ ആളുകളെ വോട്ടിങ്ങിന് വേണ്ടി പ്രേരിപ്പിക്കുന്ന നിലയിലുള്ള കാര്യങ്ങളോ അവരെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല ഇതുവരെ. പിന്നെ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും അവർ നമ്മളെ മുന്നണിയിലാണുള്ളത്. ഇന്ത്യ മുന്നണിയിൽ വളരെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലുള്ള ആളുകളാണ് ഈ CPI ആയാലും CPM ആയാലും. അതിൽ തന്നെ CPI കൃത്യമായി നമ്മൾക്ക് വോട്ട് നൽകണമെന്ന് പറഞ്ഞുകൊണ്ട് ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട് എന്നാണ് അത് അവരുടെ നേതാക്കളുമായി സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു. പിന്നെ ഒരു അഗ്രസീവ് അല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ആ ഒരു കാര്യത്തെക്കുറിച്ച് ചർച്ച വേണ്ട എന്നാണ് പാർട്ടിയിൽ തീരുമാനിച്ചത്. വോട്ടർമാർ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയോ അല്ലെങ്കിൽ കോൺഗ്രസ് പിന്തുണയ്ക്കുന്ന സ്ഥാനാർത്ഥികൾക്കാണ് വോട്ട് ചെയ്ത് പാർലമെന്റിലേക്കുള്ള പ്രതിനിധി തെരഞ്ഞെടുപ്പ് അയച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ഈ പ്രാവശ്യവും അതുതന്നെയാണ് റിപ്പീറ്റ് ചെയ്യുക. അതിനൊരു മാറ്റത്തിലൊന്നും പ്രതീക്ഷിക്കുന്നില്ല. നല്ല ജനസമ്പർക്ക രീതിയിൽ ഏറ്റവും കൂടുതൽ ജനങ്ങളുമായി അടുത്തിടപഴകുന്ന ഒരു പൊതുപ്രവർത്തകനാണ് വൈദ്യലിംഗ. ഏകദേശം 50 വർഷത്തോളം വ്യത്യസ്തമായ സ്ഥാനങ്ങളിൽ ഉണ്ടായിരുന്ന വ്യക്തി. മുഖ്യമന്ത്രിയായിരുന്നു, MP ആയിരുന്നു, മന്ത്രിയായിരുന്നു, പ്രതിപക്ഷ നേതാവായിരുന്നു. മാഹിയിലെ ഏറെക്കുറെ എല്ലാ കോൺഗ്രസ് പ്രവർത്തകരെയും അതുപോലെ തന്നെ മൊത്തത്തിൽ പൊതുപ്രവർത്തകരെയൊക്കെ നേരിട്ട് അറിയാവുന്ന ഒരാളാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ വിജയം സുനിശ്ചിതമാണ്. മറിച്ച് ചിന്തിക്കേണ്ടത് മറിച്ച് വരാനുള്ള സാധ്യതകൾ നമ്മൾ കാണും. നൂറുകണക്കിന് പ്രവർത്തകര് അണിനിരന്നുകൊണ്ട് വലിയൊരു ബൈക്ക് റാലി മാഹിയുടെ വള്ളൂരിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ കൂടി സഞ്ചരിച്ച് നമ്മൾ വോട്ടഭ്യർത്ഥിക്കുകയും നമ്മുടെ പ്രിയങ്കരനായ MLA രമേശ് പറമ്പത്ത് നിങ്ങളോട് സംസാരിക്കും. അത് നമ്മുടെ ആഭ്യന്തരമന്ത്രി ഇ വത്സരാജിന്റെ സാന്നിധ്യത്തിലാണ് നമ്മുടെ പ്രിയപ്പെട്ട രമേശ് പറമ്പത്ത് സംസാരിക്കുന്നത്, അഭിവാദ്യം ചെയ്യുന്നത്. അദ്ദേഹത്തിന് ഞാൻ വിനയപൂർവ്വം ഇതിനായി ക്ഷണിക്കുന്നു. സഭാ നിയോജക മണ്ഡലത്തിൽ മത്സരിക്കുന്ന നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി വി വൈദ്യലിംഗത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം ഇന്ന് വൈകുന്നേരം ഇവിടെ അവസാനിക്കുകയാണ്. ഇന്ന് 3 മണിക്ക് നമ്മൾ ആരംഭിച്ച മൂലക്കടവിൽ വെച്ച് ആരംഭിച്ച വാഹന പ്രചാരണ സമാപന സമ്മേളനമാണ് ഇവിടെ നാം എല്ലാവരും സാക്ഷികളായിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഏവർക്കും അറിയാം, ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും അതിനിർണായകമായ ഒരു തെരഞ്ഞെടുപ്പിന് 19-ാം തീയതി നമ്മൾ അഭിമുഖീകരിക്കുകയാണ്. ആ തെരഞ്ഞെടുപ്പിൽ മുഴുവൻ ആളുകളും കൈപ്പത്തി അടയാളത്തിൽ വോട്ടുകൾ നൽകി ബഹുമാന്യനായ വി വൈദ്യലിംഗത്തെ വിജയിപ്പിക്കണമെന്നാണ് ഈ സന്ദർഭത്തിൽ എല്ലാവരോടും സൂചിപ്പിക്കാറുള്ളത്. ഈ സമാപന റാലിയിൽ പങ്കെടുത്ത മുഴുവൻ ഇന്ത്യ മുന്നണിയുടെ പ്രമുഖരായിട്ടുള്ള നേതാക്കളോടും അതേപോലെ തന്നെ പ്രവർത്തകരെയും ഈ സന്ദർഭത്തിൽ അഭിവാദ്യം ചെയ്തുകൊണ്ട് പ്രിയപ്പെട്ട ഇ വത്സരാജിന്റെയും മയ്യയുടെ ഇന്ത്യ മുന്നണിയുടെ മുഴുവൻ നേതാക്കളെയും ഈ സന്ദർഭത്തിൽ ഒരിക്കൽ കൂടെ എന്റെ നന്ദിയും കടപ്പാടും സമർപ്പിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരും നാളെ നിശബ്ദമായ ഒരു പോരാട്ടം നടക്കുകയാണ്. മുഴുവൻ ആളുകളുമായി അവരുടെ വാർഡുകളിലും അവരുടെ ബൂത്തുകളിലും പോയി നിശബ്ദ പ്രവർത്തനം നടത്തിക്കൊണ്ട് പ്രിയപ്പെട്ട വൈദ്യലിംഗത്തിന് കൈയടയാളത്തിൽ വോട്ടുകൾ നൽകി ഈ രാജ്യത്തിന്റെ മഹത്തായ ഭരണഘടനയെയും ഈ രാജ്യത്തിന്റെ മഹത്തായ നമ്മുടെ മതേതരത്വത്തെയും ജനാധിപത്യത്തെയും സംരക്ഷിക്കുവാനുള്ള പോരാട്ടത്തിൽ അണിചേരണമെന്ന് ഒരിക്കൽ കൂടെ വളരെ വിനയത്തിന്റെ ഭാഷയിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സമാപന വാഹന പ്രചരണ ജാഥ ഇവിടെ സമാപിച്ചതായി അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് ഭാരത്. മൂലക്കടവിൽ നിന്ന് ആരംഭിച്ച റോഡ് ഷോ ഇരട്ടപ്പിലാക്കൂൾ, ചാലക്കര, ചെറുക്കലായി, മാഹിപ്പാലം, മഞ്ചക്കൽ, മുണ്ടോക്ക്, പുത്തലം, ചൂടിക്കോട്ട, വളവിൽ എന്നിവിടങ്ങളിൽ സഞ്ചരിച്ച് വൈകിട്ട് മാഹി മുനിസിപ്പൽ മൈതാനിയിൽ സമാപിച്ചു.
രാഹുൽ ഗാന്ധിയുടെ കരങ്ങൾക്ക് ശക്തി പകർന്നുകൊണ്ട് ശക്തികളെ തുറത്തി ഈ രാജ്യത്ത് സുസ്ഥിരവും വികസനമുഖവുമായ ഒരു ഭരണം കാഴ്ചവെക്കുവാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കരങ്ങൾക്ക് ശക്തി പകരുവാൻ, രാഹുൽ ഗാന്ധിയുടെ കരങ്ങൾക്ക് ശക്തി പകരുവാൻ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ കൈപ്പത്തി അടയാളത്തിലാവട്ടെ, കൈപ്പത്തി അടയാളത്തിലാവട്ടെ, കൈപ്പത്തി അടയാളത്തിലാവട്ടെ. ഐശ്വര്യമായ കൈപ്പറ്റി അടയാളം ഈ രാജ്യത്തിന്റെ ജനാധിപത്യം സംരക്ഷിക്കാൻ, ഈ രാജ്യത്തിന്റെ മതേതരത്വം സംരക്ഷിക്കാൻ നിങ്ങളുടെ വിലപ്പെട്ട വോട്ടുകൾ കൈപ്പറ്റി അടയാളത്തിൽ സമർപ്പിച്ചുകൊണ്ട് ഈ വൈദ്യലിംഗത്തെ വൻ ഭൂരിപക്ഷത്തോടുകൂടെ വിജയിപ്പിക്കണമേ എന്ന് വിനയ പുരസ്സരം ഞങ്ങളെ പറ്റിക്കുകയാണ്. सब लोग वोट करो, मतदान करो, मतदान करो सब लोग वोट करो, मतदान करो, मतदान करो सब लोग वोट करो, मतदान करो, मतदान करो सब लोग। लोकतंत्र की जान है ये, देश धर्म का प्राण है ये, लोकतंत्र की जान है ये, देश धर्म का प्राण है ये। वोट करें सब मिलकर तो बन जाए जनमत। वोट करो, मतदान करो, मतदान करो सब लोग वोट करो, मतदान करो, मतदान करो सब लोग। आया
वोटे ने बनाना देश महान हो, 21 वोटे ने बनाना देश महान हो। वोटा दी आई गई बारी, निभानी जिम्मेदारी हो। तुसी वोट भी पाया करो, सारे रल मिल आया करो। एता फर्ज साडा, तुसी फर्ज निभाया करो। एता फर्ज साडा, तुसी फर्ज निभाया करो। चुन के नेता अपना ए जश्न मनाना है, सही बटन दब के तुसी देश दा मान वधाना है। बटन दब ഒരു അമ്മ പെറ്റ മക്കളെ പോലെ, ഒരു ഉമ്മ പെറ്റ മക്കളെ പോലെ, ഒരു മാലയിൽക്കോട്ട പുഷ്പങ്ങൾ പോലെ സംരക്ഷിക്കുന്ന പ്രസ്ഥാനം അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് മാത്രമേ ഈ ഇന്ത്യ മഹാരാജ്യത്തെ വർഗീയ വിഘടന ഫാസിസ്റ്റ് ശക്തികളെ തുറക്കുവാൻ സാധിക്കുള്ളൂ. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലെ നാലാമത്തെ ചിഹ്നം ഐശ്വര്യമായ കൈപ്പറ്റി അടയാളം ഇന്ത്യ രാജ്യത്തിന്റെ ജനാധിപത്യം സംരക്ഷിക്കാൻ, ഇന്ത്യ രാജ്യത്തിന്റെ മതേതരത്വം സംരക്ഷിക്കാൻ കൈപ്പറ്റി അടയാളത്തിൽ നിങ്ങളുടെ വിലപ്പെട്ട വോട്ടുകൾ സമർപ്പിക്കണമെന്ന് വിനയ പുരസ്സരം ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. സ്നേഹമുള്ളവരോ, ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥി ശ്രീ രമേശ് കർമ്മത്തിന്റെ UDF കൺവീനർ MP അഹമ്മദ് ബഷീറിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന വമ്പിച്ച റാലി ഇതുവഴി കടന്നു വരികയാണ്. ഈ രാജ്യത്ത്